ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ 70,000 രൂപയുടെ ബഡ്ജറ്റിൽ ഒരു അടിപൊളി AMD ബേസ്ഡ് PC ബിൽഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുപേർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ബഡ്ജറ്റിൽ തന്നെ ഇൻ്റൽ ബേസ്ഡ് PC ബിൽഡ് വേണമെന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻ്റൽ ബേസ്ഡ് PC ബിൽഡാണ് നോക്കുന്നത്. 70,000 രൂപയുടെ ബഡ്ജറ്റിൽ ഒരു ഫുൾ PC സെറ്റപ്പ് ഇൻക്ലൂഡിംഗ് മോണിറ്റർ ആണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ AMD ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇൻ്റൽ ആണോ AMD ആണോ ബെറ്റർ എന്ന് നിങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഒരു സംശയവും വേണ്ട, ഈ ഒരു വീഡിയോ പറയുന്ന ഇൻ്റൽ ബേസ്ഡ് PC ബിൽഡ് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ AMDയെക്കാളും എന്തുകൊണ്ട് ബെറ്റർ. പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിലും പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിലും ഈ ഒരു ഇൻ്റൽ ബേസ്ഡ് PC ബിൽഡാണ് എന്തുകൊണ്ടും മറ്റതിനേക്കാളും ബെറ്റർ. അപ്പോൾ നമുക്ക് എന്തായാലും കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യാതെ ഈ ഒരു PC ബിൽഡിന് യൂസ് ചെയ്യുന്ന പാർട്സ് എന്തൊക്കെയാണ്. സോ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു PC ബിൽഡ് യൂസ് ചെയ്യുന്ന പ്രൊസസ്സർ എന്ന് പറയുന്നത് ഇൻ്റലിൻ്റെ i5 11th ജനറേഷൻ 11400F എന്ന് പറയുന്ന ഒരു പ്രൊസസ്സറാണ്. ഇതൊരു 6 കോർ 12 ത്രെഡ് പ്രൊസസ്സറാണ്. ഇതിൻ്റെ ബേസ് ഫ്രീക്വൻസി വരുന്നത് 2.60 GHz ടെർബോ വരുന്നത് 4.40 GHz ആണ്. അപ്പോൾ ഈ ഒരു പ്രൊസസ്സർ ഓവർ ഹീറ്റ് ആവാതിരിക്കാനും കുറച്ചുകൂടെ ബെറ്റർ പെർഫോമൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടവർ കൂളർ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. ഓവർ പ്രൈസ് ഒന്നും ആവത്തില്ല. അപ്പോൾ നമുക്ക് കൂളർ മാസ്റ്ററിൻ്റെ ഹൈപ്പർ T20 ഒരു ടവർ കൂളർ ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷനാണ്. അടുത്ത ഈ ഒരു PC ബിൽഡിന് യൂസ് ചെയ്യാൻ പോകുന്ന മദർ ബോർഡ് എന്ന് പറയുന്നത് ഗിഗാബൈറ്റിൻ്റെ B560M DS3H AC വൈഫൈ മദർ ബോർഡാണ്. അപ്പോൾ ഇതിനകത്ത് ഇൻബിൽഡ് വൈഫൈ വരുന്നുണ്ട്, അതുപോലെ തന്നെ 4 RAM സ്ലോട്ട് വരുന്നുണ്ട്, പിന്നെ NVMe സ്ലോട്ടും വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് RGB ഫ്യൂഷൻ സിങ്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ RGB ഫാനും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാ വീഡിയോയിലും ഞാൻ ഗിഗാബൈറ്റ് മദർ ബോർഡ് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് മദർ ബോർഡ് ഗിഗാബൈറ്റിൻ്റെ മാത്രമേ വരുന്നുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ MSIയുടെ ASRockൻ്റെ മദർ ബോർഡൊക്കെ യൂസ് ചെയ്യാം, പക്ഷേ പ്രൈസ് കുറച്ച് കൂടുതലാവുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു RGB ഫ്യൂഷൻ്റെ സോഫ്റ്റ്വെയർ സപ്പോർട്ടൊന്നും കിട്ടുന്നതായിരിക്കില്ല. MSIയുടെ മദർ ബോർഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. MSIയുടെ B560 Pro VDH വൈഫൈ മദർ ബോർഡും ഉണ്ട്, പക്ഷേ അതിൻ്റെ പ്രൈസ് കുറച്ച് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഇതുപോലുള്ള RGB ഫ്യൂഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അഡീഷണൽ കാര്യങ്ങളൊക്കെ കിട്ടാൻ പാടായിരിക്കും. അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിൽ എന്തുകൊണ്ടും നല്ലൊരു ബ്രാൻഡഡ് മദർ ബോർഡ് തന്നെയാണ് ഗിഗാബൈറ്റിൻ്റെത്. സോ അടുത്ത ഈ ഒരു PC ബിൽഡിന് സ്റ്റോറേജിന് വേണ്ടി യൂസ് ചെയ്യുന്നത് 500 GB NVMe ആണ്. ക്രൂഷ്യലിൻ്റെ P1 എന്ന് പറയുന്ന ഒരു NVMe ആണ്. 2000 MB 1700 MB ആണ് റീഡ് ആൻഡ് റൈറ്റ് സ്പീഡ് വരുന്നത്. അപ്പോൾ ആ ഒരു ബഡ്ജറ്റിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് NVMe തന്നെയാണ് ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. സോ അടുത്ത റാമിന് വേണ്ടി ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്ന 7 XPG ഗാമിക്സിൻ്റെ റാം തന്നെയാണ്. നോർമലി എല്ലാ ബിൽഡിലും 7 ഗാമിക്സിൻ്റെ റാം തന്നെയാണ് പറയുന്നത്. ഹീറ്റ് സിങ്കോടുകൂടിയുള്ള നല്ലൊരു റാം തന്നെയാണ്. 3200 MHz റാമാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഒരു 8 GB സ്റ്റിക്ക് കൂടെ ആഡ് ചെയ്യാം. പക്ഷേ ഈ ഒരു ബഡ്ജറ്റിൽ നമുക്ക് സിംഗിൾ സ്റ്റിക്ക് 8 GB മാത്രമേ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് 16 GB റാം സിംഗിൾ സ്റ്റിക്ക് യൂസ് ചെയ്യാം. അത് കാര്യം 2 8 GB സ്റ്റിക്ക് യൂസ് ചെയ്യുന്നതിനേക്കാളും സിംഗിൾ 16 GB യൂസ് ചെയ്യുമ്പോൾ പ്രൈസ് കുറച്ച് കുറവായിരിക്കും. സോ അടുത്ത പവർ സപ്ലൈ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്ന 550 വാട്ടിൻ്റെ 80+ ബ്രോൺസ് പവർ സപ്ലൈ ആണ്. ആൻറ്റി സ്പോർട്സിൻ്റെ പവർ സപ്ലൈ ആണ്. അത്യാവശ്യം ബഡ്ജറ്റിൽ കിട്ടാവുന്ന 80+ ബ്രോൺസ് പവർ സപ്ലൈ ആണ്. 550 വാട്ടിൻ്റെ പവർ സപ്ലൈ മാത്രമേ നമുക്കൊരു ആവശ്യം വരുന്നുള്ളൂ. സോ അതാണ് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. സോ അടുത്ത ഈ ഒരു PC ബിൽഡിന് യൂസ് ചെയ്യാൻ പോകുന്ന ക്യാബിനറ്റ് എന്ന് പറയുന്ന RGBയുടെ കുറച്ച് ക്യാബിനറ്റ്സ് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനിലുള്ള ഏതെങ്കിലും 2500-3000 രൂപയിൽ വരുന്ന അത്യാവശ്യം നല്ല RGB ഫാൻസ് ഉള്ള ക്യാബിനറ്റ് ഞാനിവിടെ കുറച്ച് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതിലേതെങ്കിലും ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഈ ഒരു ബഡ്ജറ്റിൽ ഫിറ്റ് ആവുന്ന ഒരു ക്യാബിനറ്റ് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. സോ ഈ ഒരു PC ബിൽഡിൽ ഏറ്റവും അധികം പ്രൈസ് കൂടിയൊരു സാധനം തന്നെയാണ് ഗ്രാഫിക്സ് കാർഡ്. അപ്പോൾ ഗ്രാഫിക്സ് കാർഡാണ് നമുക്ക് ഗെയിമിങ്ങും സ്ട്രീമിങ്ങിനും അതുപോലെ തന്നെ എഡിറ്റിങ്ങിനും മെയിൻ ആയിട്ടുള്ള കാര്യം. സോ നമ്മളിവിടെ ബഡ്ജറ്റ് കുറയ്ക്കാൻ വേണ്ടി GTXൻ്റെ 1650 ഗ്രാഫിക്സ് കാർഡാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. 4 GB ഗ്രാഫിക്സ് കാർഡാണ്. അപ്പോൾ 1650 തന്നെ ഇപ്പോൾ വളരെയധികം ഓവർ പ്രൈസ്ഡ് ആണ്. ഏകദേശം 22,000 24,000 ആ ഒരു പ്രൈസ് റേഞ്ചിലാണ്. പക്ഷേ എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ നോർത്തിലുള്ള വെൻഡഡ് കമ്പ്യൂട്ടേഴ്സിൽ RTX 3050 MRP പ്രൈസിൽ വിൽക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ അത് എത്രത്തോളം ജെന്യൂൻ ആണെന്നുള്ളത് എനിക്കറിയത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെൻഡഡ് കമ്പ്യൂട്ടറിൽ ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്ത് നോക്കാവുന്നതാണ്. പക്ഷേ ഗ്രാഫിക്സ് കാർഡിൻ്റെ കാര്യം ആയതുകൊണ്ട് ഞാൻ കൂടുതൽ റിസ്ക് എടുക്കാൻ പറയത്തില്ല. നിങ്ങൾ മാക്സിമം പരിചയമുള്ള അടുത്തുള്ള ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതാണ് എന്തുകൊണ്ട് ബെറ്റർ ഓപ്ഷൻ. കാര്യം ഗ്രാഫിക്സ് കാർഡിന് എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അണ്ടർ വാറണ്ടി ആണെങ്കിൽ ഓക്കെ, പിന്നീട് അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടേണ്ടി വരും. കാര്യം ഗ്രാഫിക്സ് കാർഡ് റിപ്പയർ ചെയ്യുന്നതൊക്കെ വളരെയധികം ഷോർട്ടേജ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ ഇവിടെ നമ്മൾ 1650 DDR5 4 GB ഗ്രാഫിക്സ് കാർഡാണ് യൂസ് ചെയ്യുന്നത്. DDR6 4 GB ഗ്രാഫിക്സ് കാർഡും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു PC ബിൽഡിലൂടെ ഞാൻ 2 മോണിറ്റേഴ്സാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. രണ്ടും ഗെയിമിംഗ് മോണിറ്റേഴ്സാണ്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഗെയിമിംഗ് മോണിറ്റേഴ്സ് ഈ 2 ഓപ്ഷൻസ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ചിലപ്പോൾ പ്രൈസ് വേരിയേഷൻ വരെയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ മോണിറ്റേഴ്സ് കിട്ടുന്നതായിരിക്കും. കാര്യം റീഫ്രഷ് റേറ്റ് കൂടിയിട്ടുള്ള 2 മോണിറ്റേഴ്സ് തന്നെയാണ് ഞാൻ ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. ഒരു 15,000 രൂപയുടെ അണ്ടറിൽ വരുന്ന 2 മോണിറ്റേഴ്സാണ് ഞാൻ ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് അതല്ലാതെ വേറെ മോണിറ്റേഴ്സ് കിട്ടുന്നതായിരിക്കും. പക്ഷേ ഞാനിവിടെ ചൂസ് ചെയ്യുന്നത് ഗെയിമിംഗ് മോണിറ്റേഴ്സാണ്. സോ നമ്മൾ ആദ്യത്തെ മോണിറ്റർ എന്ന് പറയുന്നത് Acerൻ്റെ ED24 2QR എന്ന് പറയുന്ന ഒരു മോണിറ്ററാണ്. അപ്പോൾ ഇത് 2 കളർ വേരിയൻ്റിലാണ് വരുന്നത്. ഒന്ന് വൈറ്റും വരുന്നുണ്ട്, അതുപോലെ തന്നെ ബ്ലാക്കും വരുന്നുണ്ട്. ഇത് 24 ഇഞ്ചിൻ്റെ കെർവ് മോണിറ്ററാണ്. ഇതിൻ്റെ റീഫ്രഷ് റേറ്റ് വരുന്നത് 144 Hz ആണ്. അതുപോലെ തന്നെ ഇതൊരു ഫുൾ HD 1080p മോണിറ്ററാണ്.
അപ്പോൾ ഇതൊരു VA പാനൽ മോട്ടറാണ്. ഇതിൻ്റെ റെസ്പോൺസ് റേറ്റ് വരുന്നത് 4 മില്ലി സെക്കൻഡ് ആണ്. ഇതിനകത്ത് ഫ്രീസിങ് ടെക്നോളജി കൂടി വരുന്നുണ്ട്. സോ നമ്മൾ രണ്ടാമത്തെ മോട്ടർ എന്ന് പറയുന്നത് AOCയുടെ G2490VX എന്ന് പറയുന്ന 24 ഇഞ്ചിൻ്റെ ഫുൾ HD മോട്ടറാണ്. ഇതിൻ്റെ റീഫ്രഷ് റേറ്റും 144 ഹെർട്സ് ആണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ റെസ്പോൺസ് റേറ്റ് 1 മില്ലി സെക്കൻഡ് ആണ്. അതുപോലെ തന്നെ ഇത് ഒരു VA പാനൽ മോട്ടറാണ്. ഇതിനകത്ത് ഫ്രീസിങ് ടെക്നോളജി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റിൽ കിട്ടാവുന്ന ഏറ്റവും 2 ബെസ്റ്റ് മോട്ടേഴ്സാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഇത്രയും റീഫ്രഷ് റേറ്റ് അല്ലാത്ത കുറച്ചുകൂടെ ക്വാളിറ്റി IPS പാനൽ വരുന്ന വേറെയും മോട്ടേഴ്സ് ഉണ്ട്. പക്ഷേ ഇത്രയും റീഫ്രഷ് റേറ്റ് കിട്ടാനുള്ള സാധ്യത കുറവായിരിക്കും. അപ്പോൾ മോട്ടർ എന്നുള്ളത് നിങ്ങളുടെ ഒരു ഇഷ്ടത്തിന് നിങ്ങൾ ചൂസ് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് നിങ്ങൾ ചൂസ് ചെയ്യുക. IPS ആണെങ്കിൽ IPS, അല്ലെങ്കിൽ VA പാനൽ ആണെങ്കിൽ VA പാനൽ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും.